നമസ്കാരം. IPL കിരീടാഘോഷത്തിനിടെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ തിക്കിലും തിരക്കിലും മരിച്ച 24-കാരി സഹാനയുടെ കുടുംബത്തിനുള്ള ധനസഹായം കൈമാറിയിരിക്കുകയാണ് സർക്കാർ. സഹാനയുടെ ബന്ധുക്കളെ കോല ഡെപ്യൂട്ടി കമ്മീഷണർ MR രവി സന്ദർശിച്ചു. ഡെപ്യൂട്ടി കമ്മീഷണർ 25 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറിയപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് സഹാനയുടെ അമ്മ ആ പണം കൈമാറിയത്. സർക്കാർ നൽകിയ പണത്തിനോ വേണ്ടപ്പെട്ടവരുടെ ആശ്വാസ വാക്കുകൾക്കോ ഒന്നും ആ മകൾക്ക് പകരമാകാൻ കഴിയില്ല. കരയാതിരിക്കാൻ പാടുപെട്ട അച്ഛനും അമ്മയ്ക്കും പിന്നാലെ വിതുമ്പിപ്പോയി. മറ്റ് കുടുംബാംഗങ്ങൾ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവർക്കും കഴിഞ്ഞില്ല. 10 ലക്ഷം രൂപ മരിച്ചവരുടെ കുടുംബത്തിന് നൽകുമെന്നാണ് ആദ്യം കർണാടക സർക്കാർ പറഞ്ഞത്. പിന്നീട് 25 ലക്ഷമായി ഉയർത്തി. ജൂൺ 4-ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ടീമിന്റെ IPL വിജയാഘോഷത്തിനിടെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് മുന്നിലുണ്ടായ തിക്കിലും തിരക്കിലും മരിച്ച 11 പേരിൽ ഒരാളാണ് സഹാന. അപകടത്തിൽ മരിച്ചവരെല്ലാം 20-30 വയസ്സിനിടയിലുള്ളവരായിരുന്നു. 14 വയസ്സുള്ള ദിവ്യാൻഷി, 32 വയസ്സുള്ള ദൊരേഷ, 20 വയസ്സുള്ള ഭൂമിക്, 24 വയസ്സുള്ള സഹന, 27 വയസ്സുള്ള അക്ഷത, 33 വയസ്സുള്ള മനോജ്, 20 വയസ്സുള്ള ശ്രാവൺ, 29 വയസ്സുള്ള ദേവി, 17 വയസ്സുള്ള ശിവലിംഗ, 19 വയസ്സുള്ള ചിന്മയി, 20 വയസ്സുള്ള പ്രജ്വാൾ എന്നിവരാണ് മരിച്ചത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും നിസ്സംഗത കാണിച്ചുവെന്ന് BJP ആരോപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഉച്ചയോടെ ആദ്യ മരണത്തെക്കുറിച്ച് പോലീസ് അവരെ അറിയിച്ചിരുന്നു. പരിപാടി ആരംഭിച്ചപ്പോൾ തന്നെ 8 കുട്ടികൾ മരിച്ചു. പക്ഷെ പരിപാടി തുടർന്നു. ഈ നേതാക്കൾക്ക് ഹൃദയത്തിന്റെ സ്ഥാനത്ത് കല്ലാണെന്ന് പ്രതിപക്ഷ നേതാവ് R അശോക് കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഇതിനു മുൻപും തന്നെ ഇതേ കാര്യത്തെക്കുറിച്ച് പല ചർച്ചകളും നടത്തിയിട്ടുണ്ട്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വിക്ടറി പരേഡിനുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട 11 പേർ മരിച്ച സംഭവത്തിൽ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ രാജിവെക്കണം എന്നായിരുന്നു ആദ്യ ആവശ്യം. സെക്രട്ടറി ശങ്കർ, ട്രഷറർ ES ജയറാം എന്നിവരാണ് രാജിവെച്ചത്. സംഭവത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് ഈ രാജി. ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് മുൻപിലെ തിക്കിലും തിരക്കുമാണ് അപകടത്തിന് കാരണമായതെന്ന് പറയുന്നു. കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ നേതൃത്വത്തിലാണ് സ്റ്റേഡിയത്തിൽ സ്വീകരണ ചടങ്ങ് തന്നെ ഒരുക്കിയത്. ഇവർ തന്നെ ആളുകളുടെ തിരക്ക് അവിടെ നിയന്ത്രിക്കാനുള്ള വകുപ്പുകൾ ഉണ്ടാക്കിയില്ല എന്നതും പരാതിയിൽ പറയുന്നുണ്ട്. പോലീസിന് നിയന്ത്രിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ആളുകൾ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് മുന്നിലേക്ക് എത്തിയതെന്നും ഇതെത്തിയതോടെയാണ് ആഘോഷങ്ങൾ ദുരിതത്തിലേക്ക് വഴിമാറിയതെന്നും പറയുന്നു. തിക്കിലും തിരക്കിലും പെട്ട 14 വയസ്സുകാരി ഉൾപ്പെടെ 14 പേരാണ് മരിച്ചത്. അപകടത്തിൽ മരിച്ചവരുടെ പേരുകളൊക്കെ തന്നെയും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് എന്ന് തന്നെ ഇവരുടെ സർക്കാർ തന്നെ പുറത്തുവിട്ട വാർത്തകളിലും പറയുന്നുണ്ട്. കർണാടക ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സ്റ്റേഡിയത്തിൽ സ്വീകരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. അപകടവുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരു സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യാഴാഴ്ച സസ്പെൻഡ് ചെയ്തിരുന്നു. കബൺ പാർക്ക് പോലീസ് സ്റ്റേഷൻ പോലീസ് ഇൻസ്പെക്ടർ, സ്റ്റേഷൻ ഹൗസ് മാസ്റ്റർ, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, ASP, സെൻട്രൽ ഡിവിഷൻ DCP, ക്രിക്കറ്റ് സ്റ്റേഡിയം ഇൻചാർജ്, അഡീഷണൽ പോലീസ് കമ്മീഷണർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഹൈക്കോടതിയിൽ നിന്ന് തന്നെ വിരമിച്ച ജഡ്ജി ജസ്റ്റിസ് മൈക്കിൾ D. കുൻഹ അധ്യക്ഷനായ ഒരു ഏകാംഗ കമ്മീഷനെ നിയമിച്ചതായും സിദ്ധരാമയ്യ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. RCB പരിപാടി നടത്താൻ ചുമതലപ്പെട്ട ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനമായ DNA, KCA എന്നിവരെ നേരത്തെ കേസിൽ പ്രതി ചേർത്തിരുന്നു. RCBയുടെ മാർക്കറ്റിംഗ് ഹെഡ് അടക്കം 4 പേരെ കഴിഞ്ഞ ദിവസം സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു.